Vishak. Yes, sir. Hello, Vishak. How are you? Very good. How are you? So, I'm good. So, Forum Fashion Face of Kerala's biggest fashion battle വേദിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഫൂട്ടേജ് മൂവിയുടെ വിശേഷങ്ങളുമായിട്ട്. So, what exactly goes through your mind? കുറച്ച് overwhelmed ആണ്. First and foremost, hello everybody. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. യെസ്, കുറച്ച് overwhelmed ആണ്. വെരി എക്സൈറ്റഡ്. ഇത്രയും ഒരു ബിൽഡപ്പോടെ ഒരു ഫിലിമിൻ്റെ ഭാഗമാവുന്ന വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിംഗ് ആൻഡ് ഐ തിങ്ക് we're all very excited to see what you guys think. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ എന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നു. ഫൂട്ടേജ് മൂവിയുടെ ഒരു ഫൂട്ടേജ് ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ടിട്ട് നിങ്ങൾ ഞങ്ങളെ ഞെട്ടിച്ചായിരുന്നു. ശരിക്കും എന്താണത്? അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ടെക്നിക്ക് തന്നെ ഒരു ഹൈലൈറ്റ് ആണ്. അതിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ശൈലിയാണെങ്കിലും ഇതിൻ്റെ ഒരു നാരറ്റീവ് സ്റ്റൈലും അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ അത് ഫൺ ഫുട്ടേജ് ജോൺർ എന്താണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സാധനം പിടിച്ചത്. പക്ഷേ ഇത്രയും വൈറലാവും ഞങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും കുറെ തെറിയൊക്കെ കിട്ടി. ബട്ട് ഫോർ ദ ബെസ്റ്റ്. തനിസ്വരൂപം പുറത്തായോ? വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു വിശാഖ്. സോ റൈറ്റർ ഷബ്ന, ഹായ്. ഇങ്ങനൊരു മൂവി അല്ലെങ്കിൽ ഈ ഒരു പടം എഴുതാനുള്ള പ്രചോദനം എന്താണ്? കുറച്ച് മലയാളം കൂടി പോയോ? ശരിക്കും ഇത്തരം ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൗണ്ട് ഫുട്ടേജ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ഒരു സിനിമ, അതിന്റെ എഴുത്ത് എത്രത്തോളം ചാലഞ്ചിങ് ആണ് കമ്പയർ ടു അതർ കൈൻഡ് ഓഫ്? ഡയറക്ടറിന് നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ത് സബ്ജക്റ്റ് വേണം. അപ്പോൾ അതിന്റെ ടെക്നിക്കൽ സൈഡ് നല്ല സ്ട്രോങ് ആയിരിക്കും. അത് ഡയറക്ടറുടെ ഇൻപുട്ടിലെ നമുക്ക് അത് എഴുതാൻ പോലും പറ്റും. അതല്ലാതെ ഒരു റൈറ്റഡ് ഇമാജിനേഷനിൽ നമുക്ക് ഭയങ്കര അങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഈ സിനിമയുടെ ജോണറിനെ എന്ത് ജോണറിൽ പെടുത്താം ഈ സിനിമ? ഫൗണ്ട് ഫുട്ടേജ് ജോണർ. ഓക്കെ, സോ ഗായത്രി, ഈ പറയുന്ന ഞങ്ങൾ കണ്ട ഫൗണ്ട് ഫുട്ടേജിൽ താങ്കളും ഉണ്ടായിരുന്നു ആക്റ്റീവായിട്ട് തന്നെ. സോ ഹൗ ചാലഞ്ചിങ് ദ റോൾ വാസ്? The role, okay, first of all, hi to everybody. The role, I think the whole making process ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, especially because I'm a beginner and this is my 5th movie, so അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. But I think I was in a safe space and they really guided me really well. So അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ it was a very difficult and a different experience for me. So I'm really excited to watch the movie. ഓക്കെ, സോ വിശാഖ്, സാധാരണ സിനിമകളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പേ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എല്ലാവരും. ഇതൊന്നും ആദ്യ സിനിമയല്ല. ബട്ട് സ്റ്റിൽ കമ്പയർ ടു അതർ ഫിലിംസ് ഇത്തരം ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സിനിമയിൽ ഇമോട്ട് ചെയ്യാൻ എത്രത്തോളം ചാലഞ്ചിങ് ആണ്? അങ്ങനെ ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നില്ല. മോർസോ ഈ ഒരു ടെക്നിക്കൽ ഒരു ഫിലിം പിടിക്കാനുള്ള ലൊജിസ്റ്റിക്കൽ ചാലഞ്ച് ഉണ്ട്. കുറേയൊക്കെ ഞങ്ങൾ തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യണം, കുറച്ച് ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിക്കുമ്പോഴാണല്ലോ ഒരു എഫക്റ്റ് കൊണ്ടുവരിക. സോ ദാറ്റ് വാസ് ദ ഹാർഡ് പാർട്ട്. ഓക്കെ, സോ ഡയറക്ടർ സൈജു ശ്രീധരൻ എന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ പിക്ചർ എഡിറ്റർ സൈജു ശ്രീധരൻ എന്ന് കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സിനിമ പലപ്പോഴും ഉണ്ടാവുന്നത് എഡിറ്റിംഗ് ടേബിൾ ഫൂട്ടേജസിൽ നിന്നാണെന്നൊക്കെ വലിയ ഫിലിം മേക്കേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ഫൂട്ടേജസ് ആണ് താങ്കൾ ആദ്യം കണ്ടിട്ടുണ്ടാവുക ഇതിനു മുമ്പ് എഡിറ്റ് ചെയ്ത സിനിമകളിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് ഫൂട്ടേജസിൽ നിന്ന് ഫൂട്ടേജ് എന്നൊരു സിനിമയിലേക്ക് എത്താനുള്ളൊരു ദൂരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രേരണ, വാട്ട് ഇൻസ്പയർഡ് യു ടു മേക്ക് എ ഫിലിം? മൂവീസ്. ഓക്കെ, കണ്ട സിനിമകൾ, എഡിറ്റ് ചെയ്ത സിനിമകൾ? കണ്ടിട്ടുള്ള സിനിമ രണ്ടും. ഇത്രയും കാലം. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. സോ ഈ മൂവി ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ വെള്ളിയാഴ്ചയും ഓരോരോ പുതിയ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമകളുടെ എന്താ പറയുക പ്രൊമോഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുമായി ബന്ധമില്ലാത്ത പ്രൊമോഷൻസ് നമ്മൾ കാണാറുണ്ട്, സിനിമയുടെ എന്താ പറയുക ഭയങ്കര ബന്ധമുള്ള പ്രൊമോഷൻസ് കാണാറുണ്ട്. ഇതിൽ സബ്ജക്റ്റ് കൃത്യമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള അത്തരം ഒരു പ്രൊമോഷൻ റീൽ ഇറക്കാം എന്നുള്ളത് ശരിക്കും ആരുടെ ഐഡിയ ആയിരുന്നു? ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഫൂട്ടേജ് മൂവിയുടെ ടീമെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ FFLന്റെ വേദിയിൽ ഈ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് നടത്താൻ പോകുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തായിരുന്നു. പക്ഷെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ എന്തേ വിളിക്കാഞ്ഞൊരു സംശയം ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? സോ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ? നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്താലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഒരു എനർജി ഇല്ലാത്തത്? ഒന്ന് ആഞ്ഞ് കൈ അടിച്ചാൽ നമുക്ക് വിളിക്കാം. Ready? Let's welcome one of the big M of Malayalam cinema, the lady superstar of Malayalam cinema. Let's welcome Manju Warrier onto the stage of Forum Fashion Face Off.
മഞ്ജു വാര്യർ എന്ന പേര് ഞങ്ങൾക്ക് പരിചിതമാണ്. സോഷ്യൽ മീഡിയ പറഞ്ഞ് മഞ്ജു വാറിയർ എന്ന ടൈറ്റിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ കണ്ടൊരു പ്രയോഗമാണ് മഞ്ജു ദ റൈഡർ. How is your riding going? Where is your ride? അല്ല, അതൊക്കെ ബിഗിനർ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുക. ഇനിയും കുറേ ഉണ്ട് പഠിക്കാൻ. സാധാരണ എല്ലാവരും 2 വീലർ തുടങ്ങിയിട്ട് നേരെ 4 വീലറിലേക്ക് പോവാണ് പതിവ്. ഇത് നേരെ തിരിച്ചാണ്. അതെ, 4 വീലറിൽ നിന്ന് 2 വീലറിലേക്ക്. ഇപ്പോഴാണ് ഇതിനുള്ളൊരു ധൈര്യം വന്നത്. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാരും ഇങ്ങനെ ഇഷ്ടമില്ലാതെ നിൽക്കുവാണോ അത് അന്തം വിട്ട് ഒരു നിൽക്കുകയാണോ? നല്ല കൈയടി കൊടുത്തേ. പോരാ, കുറച്ചുകൂടെ വേണം പ്ലീസ്. ഞാൻ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചു സത്യം പറഞ്ഞു. Okay, so Manjuji, we were talking about footage movie. അനുരാഗ് കശ്യപ് ഒരു സിനിമ മലയാളത്തിലേക്ക് പ്രസന്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മഞ്ജു വാര്യരുണ്ട്, വിശാഖുണ്ട്, ഗായത്രി ഉണ്ട്, ഡയറക്ടർ സൈജു ശ്രീധരനാണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഇതിൽ എന്തോ പരിപാടിയുണ്ട്. വാട്ട് ഈസ് ദാറ്റ് പരിപാടി അക്കോർഡിംഗ് ടു യു ഈ പടത്തിലുള്ളത്? അതാണല്ലോ ഇപ്പൊ 2-ാം തീയതി തിയേറ്ററിൽ റിലീസ് ആവാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ ചെറുതായിട്ടൊന്ന് ടൈമിങ് പണിപള്ളി ചേട്ടാ, പുക വരാൻ ടൈമായില്ല. ഈ പടത്തിന്റെ എന്താ പറയാ, ഇതിന്റെ ജോണറെങ്കിൽ പോലും ഒരു ത്രില്ലർ പരിപാടിയൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മഞ്ജുജി ലാസ്റ്റിൽ ഒരു ഒറ്റ ഷോട്ടിൽ മാത്രം കുറച്ച് മിസ്റ്റേക്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു മിസ്റ്റേക്ക് ത്രില്ലർ പരിപാടി ക്യാരക്ടറാണോ? തീർച്ചയായിട്ടും ഇത് മിസ്റ്ററി, സസ്പെൻസ്, ത്രില്ലർ എല്ലാം ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞത് 2 വ്ളോഗേഴ്സിന്റെ കണ്ടെടുക്കപ്പെട്ട ക്യാമറയിലുള്ള വിഷ്വൽസ് ആണ് സിനിമയായിട്ട് കാണുക. അപ്പൊ ഇപ്പോഴത്തെ വ്ളോഗേഴ്സിന്റെ ഇവിടെ എത്ര വ്ളോഗേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ വ്ളോഗേഴ്സേ ഉള്ളൂ. ക്യാമറ കയ്യിലുള്ള എല്ലാവരും വ്ളോഗേഴ്സാണ്. എല്ലാവരുടെ കയ്യിലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉള്ള നല്ല ഹൈ ക്ലാരിറ്റിയുള്ള ക്യാമറാസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ക്ലാരിറ്റിയോടെ സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസോട് കൂടി തന്നെ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റും. Okay, so Vishak, after watching the trailer, ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ത്രില്ലർ പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ പോയ പണി വാളും എന്നൊക്കെ ക്യാരക്ടർ പറയുന്നുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ത്രില്ലർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മുമ്പോട്ട് എന്തെന്നറിയാത്തൊരു വളവിൽ പെട്ടാൽ എനിക്ക് ബാക്കി ചോദ്യം ചോദിക്കാൻ തോന്നുന്നില്ല, എക്സ്പ്രഷൻ കണ്ടിട്ട്. ത്രില്ലർ അങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടാൽ ഈ കൂട്ടത്തിൽ നിന്ന് വിളിക്കാൻ പറ്റിയ ഒരാളെ പറഞ്ഞേ. ഈ കൂട്ടത്തിൽ വിളിക്കാൻ പറ്റിയ ഈ കൂട്ടത്തിൽ നിന്ന് കൂടെ വിളി, നമ്മളൊരു അവസ്ഥയിൽ പെട്ടു, ലോക്കായി. ഈ കൂട്ടത്തിൽ നിന്ന് വിളിക്കാൻ പറ്റിയ ഒരാളെ പറഞ്ഞു, ഒരു കൂട്ടിന്, അല്ലയാ ഞാൻ പെട്ടു വാന്ന് പറഞ്ഞത് ശീതളായിരിക്കും. ശീതളൻ. ഓക്കെ, ഏറ്റവും മറ്റേ മാസം ചെങ്കൂറ്റം ഉള്ള ഒരാള് ശീതളാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ. സോ ശീതൾ, ഞങ്ങളോടൊന്ന് പറയൂ അബൌട്ട് യുവർ ക്യാരക്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് എവറി വൺ. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. എൻ്റെ ക്യാരക്ടർ അങ്ങനെ ശരിക്കും റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ചോദിക്കണ്ടായിരുന്നല്ലേ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടീം ഫുട്ടേജ്. പ്ലീസ് ഹാവ് യുവർ സീറ്റ്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ബാറ്റിലായ ഫോറം ഫാഷൻ ഫേസ് ഓഫിന്റെ വേദിയിലാണ്. ഇവിടെ ശരിക്കും 10 ഇൻഫ്ലുവൻസേഴ്സും 10 കോളേജസും ചേർന്ന് 2 റൗണ്ടുകളിലായി അവരുടെ സ്റ്റൈലിംഗ് ഷോഡൗണൊക്കെ പൂർത്തിയാക്കിയിട്ട് അതിന്റെ ടൈറ്റിൽ വിന്നർ ആരാണ്, അല്ലെങ്കിൽ ഫേസ് ഓഫ് ഫോറം ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയാ ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറയാം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുറച്ച് മുമ്പേ ഇവിടെ റൺവേയിൽ നടന്നപ്പോൾ അല്ലെങ്കിൽ റാമ്പിൽ നടന്നപ്പോൾ ഉള്ള അവരുടെ ഒരു ആവേശം മിക്കവാറും ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗത്തിൽ എന്നൊക്കെ പറഞ്ഞ പോലെ എത്തുന്നത് ഇതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റിലായിരിക്കും. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരാളെ കൂടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. മൈ കോ ആങ്കർ രോഹിണി മറിയം മെഡിക്കുല, പ്ലീസ് കം ഔട്ട് ടു ദ സ്റ്റേജ്. താങ്ക് യു സോ മച്ച് മൈക്ക്. ഓക്കെ, സോ ആദ്യം ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു ഗിവ് അവേ കോൺടെസ്റ്റിനെ പറ്റിയിട്ടാണ്.
So the forum world Instagram page is actually standing at a 17.3K ലൈക്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ നമ്മൾ കോംപ്ലിമെൻ്ററി ടിക്കറ്റ്സ് കൊടുക്കുകയാണ് ഫോർ ദ മൂവി ഫുട്ടേജ്. ബട്ട് വി ഹാവ് ഓൺലി ലിമിറ്റഡ് നമ്പേഴ്സ് അവൈലബിൾ. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. യു ഹാവ് ടു ഫോളോ ദി ഒഫീഷ്യൽ ഫോറം കൊച്ചി പേജ്. ഈ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം പോരാ. യു ഹാവ് ടു ആക്ച്വലി ഗെറ്റ് ദ പേജ് ടു 17.5. അതായത് പേജ് ഇപ്പം നിൽക്കുന്നത് 17.3-യിലാണ്. അത് 17.5-ലേക്ക് എത്തുന്ന ആള് നിങ്ങളാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോറം കൊച്ചി പേജിലേക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അത് 18,000-ലേക്ക് എത്തുമ്പോൾ അത് നിങ്ങളാണ് എത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വീണ്ടും പേജിലേക്ക് അയച്ചു കൊടുക്കുക. സെയിം വേ 18.5, 19,000, 19.5 ആൻഡ് 20,000. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. And you will be given complimentary tickets for the movie footage. So ഇപ്പോൾ തന്നെ എല്ലാവരും ഫോറം പേജ് ഫോളോ ചെയ്യുക. It is forum_Kochi. And this is for the attention of the college participants. Participation and winner certificates can be collected from the information desk. Representatives can contact the information desk. With each movie ticket, you will get 3 complimentary movie tickets. So this is for the colleges. I hope this makes you very, very happy.